വർഷം 2005 മെയ് ഡിഗ്രി ലെവൽ PYQs ആണ്. ഈ തീയതിയിൽ നടന്ന എക്സാമിന്റെ ഡിഗ്രി PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളെല്ലാം ആൻസേഴ്സും മീനിങ്ങും ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബിഫോർ യു. Dash supposed to complete these assignments by afternoon. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ എന്തായിരിക്കണം ആൻസർ? Dash supposed to complete these assignments by afternoon. Should I എന്ന് വരത്തില്ല, അതൊരു അഡ്വൈസ് അല്ലല്ലോ. പിന്നെ aren't I എന്ന് തീരെ വരത്തില്ല, കാരണം യു അല്ല. അപ്പോ എന്തായിരിക്കും? Am I supposed to complete these assignments by afternoon? അപ്പൊ തേർഡ് ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? മുൻപോട്ട് പോയിക്കോട്ടെ. Okay. Then next, second question. Students are advised to refrain dash bad company. Bad companyയിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്തേക്കുന്നത്. അപ്പം ഓഫ് അല്ല, അഗെയിൻസ്റ്റ് എതിരെ അല്ല, ഫോർ അല്ല, വേണ്ടി എന്നുള്ള അർത്ഥമല്ല, ഫ്രം നിന്നും. അപ്പോ ഓപ്ഷൻ 4 ഫ്രം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റീഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, now third question. A few workers participated in the strike, comma dash question mark. ഇവിടെ ഒരു ചോദ്യമാണ്, ഇവിടെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. കുറച്ച് പാർട്ടിസിപ്പന്റ് സ്ട്രൈക്കിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലേ എന്ന അർത്ഥം വരുന്ന വേർഡാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോ ഡിഡ് ഡേ വരത്തില്ല, വിൽ ഡേ വരത്തില്ല, ഫ്യൂച്ചർ അല്ല, ഈസിന്റും വരത്തില്ല, സിംഗുലർ അല്ല. അപ്പൊ എന്താണ്? ഡിൻറ്റ് ദേ എന്നാണ് വരുന്നത്, കാരണം പാർട്ടിസിപ്പേറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഡിൻറ്റ് ദേ, a few workers participated in the strike. Didn't they? So option B, didn't they, is the answer. Stand. അപ്പം where is the bus stand? Present tense ആണ്. Present tense ആവും continuous. Simple present into past, simple past. അപ്പൊ നമുക്ക് ഏത് ഫോർമാറ്റിലാണോ തന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻ ദ ടെൻസ്. നമ്മുടെ ചോദ്യം ഇവിടെ where the bus stand ഈസ് ആണ്, പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റിലോട്ട് ഇടുമ്പം ഇതിന്റെ ടെൻസ് മാറ്റും. അപ്പൊ ഈസ് അങ്ങ് വാസ് ആകും. സോ എങ്ങനെയാണ് ആൻസർ? The young man wanted to know where the bus stand was. നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള was, ഈസ്, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഈസ് ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോ was ആകും. So the young man wanted to know where the bus stand was. Option C ആണ് answer. And next one, fifth question. The singer performed. നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. At the concert for 2 hours melodious
നോ. പിന്നെ നമ്മൾ ഈ ആൻസർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെന്റ്സ്, നമ്മുടെ ഇംഗ്ലീഷിലൊരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോ അത് SVO പാറ്റേണിലായിരിക്കും. ഒരു പ്ലെയിൻ സെന്റൻസ് അത് SVO, സബ്ജക്റ്റ് ആദ്യം, പിന്നെ നമ്മുടെ വെർബ്, പിന്നെയാണ് ഒബ്ജക്റ്റ് ലാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ മെലോഡിയസ്ലി, സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. മെലോഡിയസ്ലി ഫോർ 2 hours അറ്റ് ദ കൺസേർട്ട്, അതും കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. Then for 2 hours melodiously at the concert, the singer performed for 2 hours melodiously at the concert. No, that also does not suit. Then let's come to the fourth option. The singer performed melodiously, performed verb melodiously, adverb, at the concert for 2 hours. At the concert for 2 hours least importance ആണ്, ഒബ്ജക്റ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. വെർബാണ്, വെർബിന്റെ കൂടെ എപ്പോഴും ആഡ്വർബ് ജോയിൻ ചെയ്ത് വരും അല്ലെ. പെർഫോംഡ് മെലോഡിയസ്ലി, ആ വെർബിനെ സംബന്ധിക്കുന്ന ഒരു തൊട്ടടുത്ത വേർഡാണ് മെലോഡിയസ്ലി. സോ മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. Then option D is the correct answer. Then let's move on to the sixth question. I expressed my strong desire to learn dash kayaking and dash canoeing to know the differences. Once more, let's read. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. അപ്പം രണ്ടെണ്ണത്തിനെയും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ എന്താണ്? ബോത്ത് ആൻഡ്. ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ബോത്ത്, രണ്ടും എന്നുള്ള അർത്ഥമാണ്. ബോത്ത് കയാക്കിംഗ് ആൻഡ് കനോയിങ് ടു നോ ദ ഡിഫറൻസസ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 ഫോട്ടോസ് ആണ് തന്നേക്കുന്നത്. മണ്ടയ്ക്ക് ഇരിക്കുന്ന ഫോട്ടോയാണ്, ആദ്യം ഇരിക്കുന്ന യെല്ലോ ബോട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് കനോയിങ്, ആൻഡ് പച്ച ബോട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് കയാക്കിംഗ്. ദ ഡിഫറൻസ് ഇസ് ദിസ് മച്ച്. കനോയിങ്ങില് നമ്മൾ കാല് നീട്ടി വെച്ചാണ് തുഴയുന്നത്, ആൻഡ് കയാക്കിങ്ങില് മുട്ടിങ്ങനെ മടക്കി നമ്മളിങ്ങനെ കസേര ഇരിക്കുന്ന പോലെ ഇരുന്നാണ് തുഴയുന്നത്, റോ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സോ രണ്ടും പഠിക്കുക എന്ന രണ്ടും എന്ന അർത്ഥം വരുന്ന ഏതാണ്? ബോത്ത് ആൻഡ്. ഓക്കെ, സോ the 7th question. Now ഇവിടെ ഒരു റോങ് ആയിട്ടുള്ള ഒരു പൊട്ടത്തെറ്റുള്ള ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ആ സെന്റൻസ് നമ്മൾ കറക്റ്റ് ആക്കണം. Now let's read the question. There are no less than 50 packets of noodles in the cartoon. There are no less than 50 packets of noodles in the cartoon. ഇത് കറക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, there are not less than 50 packets of noodles in the cartoon. The same question തന്നെയല്ലേ? So no. Now next one, there are no fewer than 50 packets of noodles in the cartoon. Okay, let's hold it. Third option, there are not few than 50 packets of noodles in the cartoon. Not few than വരത്തില്ല, അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ, അത് അപ്പൊ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. Then option D, there are not lesser than 50 packets of noodles in the cartoon. Not lesser than എന്നൊരു എക്സ്പ്രഷനും ഇല്ല. അപ്പൊ എന്തായിരിക്കണം വരേണ്ടത്? B ആണ്. There are no fewer than 50 packets of noodles in the cartoon. There are no fewer than 50 packets of noodles in the cartoon. Okay, now next one, 8th question. Next year, comma, I dash
guitar for 20 years. അടുത്ത വർഷം ഞാൻ 20 വർഷത്തിന് വേണ്ടി അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കും. വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. Now both options are repeated. Will have been played എന്ന് വരത്തില്ല. Will have been played എന്ന് വരത്തില്ല. എന്താണ് കാരണം? ആ ഫോർമാറ്റ് തെറ്റാണ്. Will have പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 ing ആണ്. ഇവിടെ നമ്മുടെ പ്ലേ എന്ന് പറഞ്ഞ വെർബ് ing ഫോമിലാണോ? അല്ല. Will not be playing നെഗറ്റീവ് സെന്റൻസും അല്ല. സോ will have been playing റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ റൂളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Will have പ്ലസ് ബീൻ പ്ലസ് വെർബ് 1 പ്ലസ് ing. ഇവിടെ will have ഉണ്ട്, then been ഉണ്ട്. ബീൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം നമ്മളുടെ വെർബിന്റെ കൂടെ ing ഫോം ആയിരിക്കും. സോ പ്ലേയിങ്. The option B is the correct answer. Next year, I will be playing guitar for 20 years. So yes. 9th question. ഈ ക്വസ്റ്റ്യനില് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. So the question is, aren't we going to finish the lesson today? Aren't we going to finish the lesson today? So നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. Is the lesson going to be finished by us today? നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് നമ്മളുടെ ആക്റ്റീവ് ടു പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഏജന്റ് ലാസ്റ്റ് വരും. പാസീവ് വോയിസിലേക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ആക്റ്റീവിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പാസീവ് വോയിസിൽ ഏജന്റ് ആരാണോ കർത്താവ്, ദ ഡൂവർ ഓഫ് ആക്ഷൻ, ആ ആളങ്ങ് ലാസ്റ്റ് പോകും. ആ ആളുടെ തൊട്ട് മുൻപായിരിക്കും നമ്മൾ ബൈ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റ് എന്താണോ അത് ഏറ്റവും ഫ്രണ്ടിൽ വരും. ആ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ഈസോ ആറോ പ്രസന്റ് ടെൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ വാസോ വേറോ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ കാണുമ്പോ അറിയാം. ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. ഇവിടെ ലെസൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പം ലെസൺസ് എന്നില്ല, ലെസൺ എന്നേ ഉള്ളു. സോ സിംഗുലർ, സിംഗുലർ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് അല്ലേ കൊടുക്കേണ്ടത്? പ്രസന്റ് ടെൻസിലാണ്. ആറ് the beginning itself we know that the sentence is in the present tense. So നമ്മുടെ ആൻസറും പ്രസന്റ് ടെൻസിലായിരിക്കണം. ടെൻസ് ചേഞ്ച് ചെയ്യരുത്. And according to the number of our object lesson ആണ്, and that is singular. So is the lesson going to be finished by us today? And one more thing my dears, നമ്മളുടെ പാസീവ് വോയിസില് വെർബ് എപ്പോഴും തേർഡ് ഫോമിലായിരിക്കും. ഇവിടെ ഫിനിഷ് എന്നുള്ള ഒരു സെന്റൻസ്, ഒരു വേർഡ് ആണ് സെന്റൻസിൽ, ആക്റ്റീവ് സെന്റൻസിൽ. അത് പാസീവിലോട്ട് വരുമ്പോൾ വെർബ് 3 ആകും. ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്, വെർബ് 1, വെർബ് 2, വെർബ് 3. സോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കംസ് ദ ഒബ്ജക്ട് ഇൻ ദ പാസീവ് വോയിസ്, then comes the agent of action അല്ലെങ്കിൽ the doer of action. Just an example for you to understand. Cat killed the mouse. പൂച്ച എലിയെ ഇനി നമ്മൾ പാസീവിലേക്ക് വരുമ്പോ പൂച്ച എന്നുള്ളത് നമ്മളുടെ ഏജന്റ് ആണ്, the doer of action ആണ്. ആൻഡ് മൗസ് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. എത്രയാണ് എണ്ണം? ഒരെണ്ണമാണ് എണ്ണം. ആൻഡ് കിൽഡ് ദ മൗസ്, നമുക്കിവിടെ ടെൻസ് മനസ്സിലായി. വാസ് കിൽഡ് എന്നുള്ളത് മനസ്സിലായി. കിൽഡ് എന്നുള്ളത് വാസ് കിൽഡ് എന്നായിരിക്കണം എന്ന് മനസ്സിലായി. ബൈ ദ ക്യാറ്റ്. സോ മൗസ് വാസ് കിൽഡ് ബൈ ദ ക്യാറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വാസ് കൊടുത്തത്? ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. പിന്നെ മൗസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. അപ്പൊ ഞാൻ വേറെ എന്തായാലും എഴുതത്തില്ല. സിംഗുലർ ആയിട്ടുള്ള പാസ്റ്റ് ഓക്സിലറി ഏതാണ്? വാസ് ആണ്. സോ മൗസ് was killed by the cat. So നമ്മുടെ option A is the correct answer.
In this 9th question, A is the correct answer. Is the lesson going to be finished by us today? Okay. Now the next question. His teacher tried at correcting him by giving valuable advices. His teacher tried at correct him. അങ്ങനെ ഒരു യൂസ് ഇല്ലല്ലോ, അപ്പൊ തന്നെ ചിന്തിക്കണം. His teacher tried at correct him by giving valuable advices. ഈ സെന്റൻസ് തെറ്റാണ്, നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. So let's look at the option. His teacher tried to correct him by giving valuable advices. His teacher tried to correct him by giving valuable advices. Let's keep it on hold. And his teacher tried to correct him by giving valuable advices. Then his teacher tried to correct him by giving valuable advices. SES, not the difference. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അഡ്വൈസ്, CE അഡ്വൈസ് ആണെങ്കിൽ ADVICE, ആ CE വരുന്ന അഡ്വൈസ് ആണെങ്കിൽ അതൊരു നൗൺ ആണ്. He gave me some valuable advice, ഉപദേശങ്ങൾ. ഇനി അഡ്വൈസ് ADVISE, I repeat, ADVISE, SE വരുന്ന അഡ്വൈസ് ആണെങ്കിൽ അതൊരു വെർബാണ്, ഉപദേശിക്കുക എന്നാണ് അർത്ഥം. സോ ഒന്ന് നൗൺ ഉപദേശം ആൻഡ് മറ്റൊന്ന് വെർബ് ഉപദേശിക്കുക. സോ അഡ്വൈസസ് അതല്ല വരുന്നത്. ആൻഡ് തേർഡ് വൺ, his teacher tried to correct him by giving valuable advice. ഉപയോഗപ്രദമായ ഉപദേശം എന്നാണ്. ഇവിടെ അഡ്വൈസസ് എന്നല്ല, ഉപദേശങ്ങൾ നല്ല അർത്ഥം വരുന്നത്. So then the last option, his teacher tried at correct him by giving valuable advices. Again at correct him എന്ന് വരത്തില്ല. Okay, and ഇവിടെ correct answer C ആണ്. ഈ C ആൻസർ തന്നെ രണ്ടുവട്ടം റിപ്പീറ്റ് ആയിട്ടുണ്ട് ഓപ്ഷൻ എയിലും. So you have to be, നിങ്ങൾ ഓപ്ഷൻ എ എഴുതിയാലും അതുപോലെ തന്നെ, അതായത് ഓപ്ഷൻ സി എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. Okay, tried to correct him by giving valuable advice അല്ലെങ്കിൽ advices. Then 11th question. Yesterday Tim parked in a restricted area. And the police dashed his truck. Now you have to choose the word that best completes the sentence. From ആ ഡാഷില് മീനിങ്ങിന്, നേരത്തെ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ്ങുമായിട്ട് യോജിക്കുന്ന ഒരു വേർഡാണ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഇംപൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക. ഓക്കെ, കരസ്ഥമാക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ഇംപ്രിസൺഡ് എന്ന് പറഞ്ഞാലോ ജയിലിലാക്കുക. ഒരിക്കലും കാറിനെ നമ്മൾ ജയിലിലാക്കത്തില്ല. ഇംപെയിൽഡ് എന്ന് പറഞ്ഞാലും വേറെ ഒരു അർത്ഥമാണ്. ഇന്റേൺഡ് എന്ന് പറഞ്ഞാൽ ഇന്റേൺ ചെയ്യുക. And so the correct answer will be impounded. So impounded correct answer കിട്ടുമ്പോൾ തന്നെ അതങ്ങ് കറക്റ്റ് ചെയ്ത് പോയിക്കോളുക. So the first option A is the correct answer. To seize meaning എന്താണ്? To seize or take possession of something. Okay, and നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു ഇംപെയിൽഡിന്റെ മീനിങ് എന്താണ്? ഇംപെയിൽഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ തുളച്ച് ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും ആങ്കർ ചെയ്യുക, പിടിച്ച് തുളച്ച് ഫിക്സ് ചെയ്യുക. നമ്മളുടെ ജീസസ് ക്രൈസ്റ്റിനെ ഒക്കെ വുഡിൽ ഇംപെയിൽ ചെയ്യുമായിരുന്നു. ഓക്കെ, ആൻഡ് then the next word is intern. അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്റേണിന്റെ മീനിങ് എന്താണ്? കൺഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യുക, കൺഫൈൻ ചെയ്യുക.
ഓക്കെ, അതും ഇംപ്രസന്റ് അതേ ഷെയ്ഡ് ഉള്ള ഒരു മീനിങ് ആണ്. സോ അതല്ല അതിന്റെ മീനിങ് വരുന്ന ആൻസർ. സോ ഇംപൗണ്ടഡ് പിടിച്ചെടുക്കുക, കോൺഫിസ്കേറ്റ് ചെയ്യുക, വേറൊരു വാക്കും കൂടെ ഉണ്ട് കോൺഫിസ്കേറ്റ്, പിടിച്ചെടുക്കുക, ടു ടേക്ക് പൊസഷൻ ഓഫ് സംതിങ്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് question. Next question. I was dash when they rang up and informed that I had won a lottery. So in the meaning ആണ്, choose the correct idiom or the idiomatic expression. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഇപ്പം ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും. Okay, am I visible dears? Okay, yes. ഓക്കെ, ഇത് അറിയാവുന്ന ഒരാളാണെങ്കിൽ പറയും ഓൺ ക്ലൗഡ് നയൻ. ഓൺ ക്ലൗഡ് നയന്റെ മീനിങ് എന്താണ്? ഭയങ്കര ഹാപ്പി ആയിരിക്കുക എന്നാണ് അതിന്റെ മീനിങ്. ആൻഡ് ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് അപ്പിയറൻസ്. 13th question. It was her first appearance. It was her first appearance in public as a performer in Bollywood movies. Give one word for the word in italics. Appearance. ഇവിടെ ഐറ്റലൈസ് ചെയ്തത് അപ്പിയറൻസിനെയാണ്. ഐറ്റലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പിയറൻസിനെയാണ്. സോ അതിന്റെ എന്തായിരിക്കും അർത്ഥം വരുന്നത്? ഡെബ്യൂ. ഡെബ്യൂ. കൾമിനേഷൻ എന്ന് പറഞ്ഞാൽ വന്ന് ഭവിക്കുക, വന്ന് തീരുക, റിസൾട്ടിങ്. ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവം എല്ലായിടത്തും ഇല്ലേ? എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ദൈവം, തൂണിലും തുരുമ്പിലും. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാലോ പ്രത്യേക സൃഷ്ടി, പ്രത്യേക സൃഷ്ടി. ഡെബ്യൂ എന്ന് പറഞ്ഞാലാണ് തുടക്കം അല്ലെങ്കിൽ അപ്പിയറൻസ്. മൂവിയിലൊക്കെ നമ്മൾ ഡെബ്യൂ എന്ന വാക്കാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. And the 14th question. The company celebrated the accomplishment of all their goals. Accomplishment. Now you have to choose the antonym of the underlined word. Antonym എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്, വിപരീത പദം. സോ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാകുക, ഫുൾഫിൽഡ് ആകുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നാശമാകുക അല്ലെങ്കിൽ അത് അൺഫുൾഫിൽഡ്. ഫ്രൂട്ടിഷൻ എന്ന് പറഞ്ഞാൽ ഫലം കാണുക. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിറവേറുക അല്ലെങ്കിൽ നിറവേറ്റുക. ആൻഡ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുക. സോ ഇതൊന്നും അല്ല മീനിങ്. സോ ഫസ്റ്റ് ആൻസർ, ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഫെയിലിയർ. അക്കംപ്ലിഷ്മെന്റിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഫെയിലിയർ. ഒന്ന് പൂവണിയുക അക്കംപ്ലിഷ്മെന്റ്, മറ്റൊന്ന് നശിച്ചു പോകുക അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോകുക ഫെയിലിയർ. ആന്റോണിമസ് ഫെയിലിയർ. സോ ഓപ്ഷൻ എ ഫെയിലിയർ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് 15th question, my dears. 15th question. The weather is suitable for sowing seeds. The weather is suitable for sowing seeds. Now ഇവിടെ underline ചെയ്യുന്നത് suitable നെയാണ്. So choose a similar word for the underlined word. അപ്പൊ നമുക്ക് നോക്കാം. കോൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ കൂടെ ഒപ്പം തന്നെ ജനിക്കുന്ന എന്തെങ്കിലും. സോ ഫോർ എക്സാമ്പിൾ കോൺജെനിറ്റൽ ഹാർട്ട് ഡിസീസ്. നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാർട്ട് ഡിസീസ്, ബൈ ബർത്ത് എന്നാണ് അതിന്റെ അർത്ഥം. കോൺജെനിയൽ എന്ന് പറഞ്ഞാലോ the teacher and students had a very congenial relationship. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള. കോൺടേജിയസ് എന്ന് പറഞ്ഞാലോ പകരുന്ന വ്യാധികളൊക്കെ ഇല്ല, ഡിസീസസ്, കോൺടേജിയസ് ഡിസീസസ്, പ്ലാഗ് പോലെയൊക്കെയുള്ള. ആൻഡ് കോൺവേഴ്സ് എന്ന് പറഞ്ഞാലോ സംഭാഷണം, സംവാദം. സോ ഇതൊന്നും അല്ല. അപ്പം ഫ്രണ്ട്ലി എന്നുള്ള ഒരു സൂട്ടബിൾ തരത്തിന്, സൂട്ടബിൾ ഓക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. സോ അതിന്റെ മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് ബി, കോൺജെനിയൽ. ദാറ്റ് മീൻസ് ഫ്രണ്ട്ലി. കോൺജെനിയൽ മീൻസ് ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിത്ത് പാകാൻ പറ്റത്തുള്ളൂ ഫോർ സോയിങ് ദ സീഡ്സ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, മൈ ഡിയേഴ്സ്. കോൺജെനിയൽ. ഓരോന്നിന്റെ മീനിങ് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കി പോവുക. സോ യു മൈറ്റ് ഗെറ്റ് ക്വസ്റ്റ്യൻസ്. മീനിങ് അറിയാമെങ്കിൽ അത്രയും എളുപ്പം. So then the 16th question.
Choose the word that is spelled incorrectly. Incorrectly. Okay. So bureaucrat, bureaucrat, B-U-R-E-A-U-C-R-A-T. Okay, that sounds correct. That is the correct spelling we know. Then an entrepreneur, entrepreneur. The entrepreneur alla, entrepreneur nana inde pronunciation. Okay, ഈ ആൻസർ നമുക്ക് ഹോൾഡിൽ വെക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ then intelligentsia, ഇന്റലിജൻസി അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, കറക്റ്റ്. then septuagenarian, septuagenarian എന്ന് പറഞ്ഞാൽ എന്താണ്? 70കളിൽ 70s ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളിനെയാണ് septuagenarian എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എനിക്ക് സംശയമുള്ളത് ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് ആണ്. സോ ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് അറിയാവുന്ന ഒരാൾക്ക് അറിയാം. ഓൺട്രപ്രന്യൂറിന്റെ സ്പെല്ലിംഗ് ENTREPRENEUR. സോ അവിടെ PREUവിന്റെ ആവശ്യമില്ലായിരുന്നു. ആ യു ആണ് ഇൻകറക്റ്റ്. അപ്പൊ ആ ഫുൾ സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആണ്. ദാറ്റ്സ് വൈ option B is incorrect and the correct spelling is given below. Entrepreneur, ENTREPRENEUR. Then coming to the 17th question, my dears. So ഇവിടെ ഒരു ഫ്രഞ്ച് പ്രയോഗമാണ് തന്നേക്കുന്നത്. ഇപ്പൊ ഫ്രഞ്ച് ക്ലാസിക്സ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഫ്രഞ്ച് ക്ലാസിക്സ് ഒക്കെ ഒരു പരിചയം കാണുമല്ലോ. അപ്പം ഈ വോസ് പ്ലേറ്റ്, ഈ വോസ് എന്ന് പറഞ്ഞ ഒരു വേർഡ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് ഫ്രഞ്ച്, ലാറ്റിൻ ഇതിൽ കണക്ഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് റെസ്പോണ്ടസ്, റെസ്പോണ്ടസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ടസ്, റെസ്പോണ്ട് വരെ നമുക്കറിയാം, റെസ്പോണ്ട് ചെയ്യുക. അപ്പം അത് പിടിച്ച് വേണം നമ്മൾ നോക്കാന്. ആൻസർ എ, പ്ലീസ് സെർവ് ഓൺ എ സിൽവർ പ്ലേറ്റ് എന്നല്ല, പീസ് ബി വിത്ത് യു എന്നും തോന്നുന്നില്ല. യു ഷുഡ് ബി റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ ഡൗട്ട് ഉണ്ട്, റെസ്പോൺസിബിൾ വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ എന്താണ്? റെസ്പോണ്ട് വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ഫ്രഞ്ച് എക്സ്പ്രഷൻ ആണ്. ആൻസർ പ്ലീസ് എന്നതിന്റെ, ആൻസർ പ്ലീസ് എന്നതിന്റെ ഫ്രഞ്ച് expression ആണ് responders il was plate. So option D is the correct answer. And next, 18th question. Now we are nearing the end of questions. 20 questions are there total. Now the 18th question. 18th question എന്താണ്? The thieves dash the apartment while the family was on a vacation. The thieves dashed the apartment while the family was on a vacation. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കള്ളന്മാര് ആരുടെയോ അപ്പാർട്ട്മെന്റില്, ഒരു ഫാമിലിയുടെ അപ്പാർട്ട്മെന്റില്, അവര് ആ അപ്പാർട്ട്മെന്റിൽ ഇല്ല, ഒരു വെക്കേഷന് പുറത്തു പോയിരുന്നതാണ്. ആ നേരം ഇടിച്ചു കയറി. അപ്പൊ ആ അർത്ഥം വരുന്ന എന്താണ്? ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്ക് ഡൗൺ, വിഷമിച്ച് ഉടഞ്ഞു പോവുക, തകർന്നു പോവുക. ബ്രോക്ക് അവേ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. ബ്രോക്ക് അപ്പ് എന്ന് പറഞ്ഞാലോ അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. പൊട്ടിപ്പോവുക, റിലേഷൻഷിപ്പ് ഇല്ലാതായി പോവുക. Then comes broke into. Broke into means ഇടിച്ചു കയറുക, കടന്നു കയറുക എന്നാണ് അർത്ഥം. Broke into. The burglars broke into the shop at night. അവര് ആരും അറിയാതെ ഇടിച്ചു കയറി, അവരാരും അറിയാതെ കടന്നു കയറി. ആ കടന്നു കയറിയുന്ന മീനിങ് ആണ് broke into. So option A, broke into, is the correct answer. So ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The thieves broke into the apartment while the family was on a vacation. Okay. Now the next is the 19th question. Antennas dash able cockroaches to sense their surroundings. Antennas എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ എന്താ കോക്രോച്ചിന്റെ പാറ്റകളുടെ കൊമ്പ്. ആ കൊമ്പ് എന്തെടുക്കും? അവരെ സഹായിക്കും, അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കും. എന്തിന്? ടു സെൻസ് their surroundings. അവരുടെ ചുറ്റുപാട് സെൻസ് ചെയ്യാൻ അവരെ ഈ പാറ്റകളുടെ ആന്റിനാസ് അവരെ
പ്രാപ്തരാക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലെ. അപ്പം അതിന്റെ ഫസ്റ്റ് ആ പ്രിഫിക്സ് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. പ്രിഫിക്സ് നേരിട്ട് തുടക്കത്തിൽ വരുന്നതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നോക്കാം നമുക്ക്. ഡിസേബിൾ എന്നൊരർത്ഥമല്ല, അതിനെ ഡിസ്കറേജ് ചെയ്യുവല്ല, ആന്റിനാസ് ഡിസ്കറേജ് ചെയ്യുവല്ല, അതിനെ എന്തുവാ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് അല്ലെ, ഹെൽപ്പ് ആണ്. സോ ഡിസേബിൾ വരത്തില്ല. സെയിം അൺഎബിളും വരത്തില്ല. എനേബിൾ നോക്കാം. എനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക. ഐ വിൽ എനേബിൾ യു ടു പാസ് ദ എക്സാം, ഞാൻ നിങ്ങളെ എക്സാം പാസ്സാകാൻ സഹായിക്കാം. എനേബിൾ. ദെൻ ഇനേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നേബിൾ ഒരു അവസ്ഥയാണ്. ഇനേബിൾ, ഐ ആം ഇനേബിൾ ടു മൂവ് അല്ലെങ്കിൽ ഐ ആം അൺഎബിൾ ടു മൂവ്. ഇന്നേബിലിറ്റി, കുറവ് എന്നാണ് മീനിങ്. അപ്പൊ ഇതൊന്നും അല്ല ഈ അർത്ഥം വരുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. സോ എനേബിൾ എന്നാണ് ഇവിടുത്തെ പ്രിഫിക്സ്. Antennas enable cockroaches to sense their surroundings. And the 20th question and the final question. The phenomenon of glowing sea. The phenomenon of glowing sea. Water signifies. The phenomenon of glowing sea water signifies changes in the marine environment. അപ്പോ ഐഡന്റിഫൈ ദ പ്ലൂറൽ. പ്ലൂറൽ ആണ് മനസ്സിലാക്കേണ്ടത്. പ്ലൂറൽ ഓഫ് ദ വേർഡ് ഫ്രം ദ ഗിവൻ ചോയ്സസ്. സോ ഫിനോമിനൻ, ദാണ്ടെ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് ഫിനോമിനെയാണ്. ഈ ഫിനോമിനൻ എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? ഇതിന്റെ മീനിങ് ആക്ച്വലി റിമാർക്കബിൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റിനെയൊക്കെയാണ്. നോട്ടബിൾ, നോട്ട് വർത്തി ആയിട്ടുള്ള. സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറയത്തില്ലേ? സോളാർ എക്ലിപ്സ് വാസ് എ റെയർ ഫിനോമിനൻ. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സംഭവമാണ്, ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇവന്റ് എന്ന മീനിങ് ആണ് ഫിനോമിനൻ. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്താണ്? ഫിനോമിനൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ഫിനോമിനയോ? ഫിനോമിന. ഫിനോമിന കേട്ടിട്ടില്ലേ? ഫിനോമിനാസ് എന്ന് പറയുന്ന കേട്ടിട്ടില്ല. ഫിനോമിന, ഫിനോമിന. സോ ഫിനോമിന ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫിനോമിന. ഫിനോമിനന്റെ പ്ലൂറൽ ആണ് ഫിനോമിന. ആൻഡ് ഫിനോമിനിയം എന്നുള്ളൊരു വേർഡ് ഇല്ല കേട്ടോ. ഐ ഹാവ് ബ്രൗസ്ഡ്. ഫിനോമിനിയം എന്നുള്ളൊരു വേർഡ് ഇല്ല. ഫിനോമിനൽ എന്നൊരു വേർഡ് ഉണ്ട്. ഫിനോമിനൽ. ദിസ് വാസ് എ ഫിനോമിനൽ ഇവന്റ്. അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഫിനോമിന, ഫിനോമിനൽ സിംഗുലർ, ഫിനോമിനൽ പ്ലൂറൽ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ 20 PYQs ഡിസ്കഷൻ. സോ ഐ ഹോപ്പ് you all go through more such questions. ഇതുപോലെ ഇനിയും questions നിങ്ങൾ സോൾവ് ചെയ്യുക. And yes, if there is any doubt, do definitely ask. So that's all, dears. Thank you.